ദീർഘകാല ബഹിരാകാശ യാത്രകൾ എങ്ങനെ മനുഷ്യനെ ബാധിക്കും? ഇന്നും മനുഷ്യൻ അനുഭവിച്ചറിയാത്ത ഈ ചോദ്യത്തിന്റെ ഉത്തരം തേടുന്ന റഷ്യൻ പരീക്ഷണമാണ് സിറിയസ് പ്രോജക്റ്റ്. ഒരു വർഷം നീളുന്ന പരീക്ഷണമാണ് 6 റഷ്യക്കാർ സിറിയസ് 23 എന്നതിലൂടെ നടത്തുന്നത്. മോസ്കോയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോമെഡിക്കൽ പ്രോംബ്ലസിൽ നവംബർ 14 മുതൽ ഈ അപൂർവ പരീക്ഷണം ആരംഭിച്ചു. ദീർഘദൂര ബഹിരാകാശ യാത്രയ്ക്ക് സമാനമായ അനുഭവമായിരിക്കും ഒരു വർഷത്തേക്ക് പരീക്ഷണത്തിന് വിധേയരാവുന്ന റഷ്യൻ സംഘം അനുഭവിക്കുക. കഴിഞ്ഞ 60 വർഷത്തിലേറെയായി മനുഷ്യരിൽ ബഹിരാകാശ യാത്രകൾ എങ്ങനെ ബാധിക്കുന്നുവെന്ന വിഷയത്തിൽ അനവധി പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള റഷ്യൻ സ്ഥാപനമാണ് IBMPക്കൊപ്പം നാസയുടെ ഹ്യൂമൻ റിസർച്ച് പ്രോഗ്രാമും സിറിയസ് പ്രൊജക്ടിന്റെ ഭാഗമാവുന്നുണ്ട്. എങ്കിലും സാമ്പത്തികമായി നാസ സിറിയസ് 23 ദൗത്യത്തിന്റെ ഭാഗമാവുന്നില്ല. 4 സ്ത്രീകളും 2 പുരുഷന്മാരും അടങ്ങുന്നതാണ് റഷ്യൻ സംഘം. ഇവർ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള യാത്ര പോകുന്നതും ചന്ദ്രന് ചുറ്റും ഓർബിറ്ററിൽ കറങ്ങുന്നതും പേടകത്തിൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങുന്നതും തിരിച്ചു വരുന്നതിനുമായാണ് 360 ദിവസങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ സംഘത്തിനുണ്ടാവും. പലതരത്തിലുള്ള സാങ്കേതികവും മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ ഇതിനിടെ സഖാംഗങ്ങൾ നേരിടേണ്ടി വരും. ഉപകരണങ്ങൾക്ക് തകരാറ് സംഭവിക്കുകയും വാർത്താവിനിമയ സംവിധാനങ്ങൾ താറുമാറാവുകയും വ്യക്തികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്യും. ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ മറികടക്കുമെന്ന് അറിയാൻ കൂടിയാണ് ഇങ്ങനെയൊരു പരീക്ഷണം റഷ്യ നടത്തുന്നത്. പല മേഖലകളിൽ കഴിവ് തെളിയിച്ചവരുടെ സംഘമാണ് റഷ്യക്കാരുടേത്. ദൗത്യത്തിന്റെ കമാൻഡറായ ഒലെഗ് ഓർലോവ് ഡോക്ടർ കൂടിയാണ്. ഫ്ലൈറ്റ് എഞ്ചിനീയറായ അന്ന കികിന ബഹിരാകാശ യാത്രയിൽ അനുഭവ സമ്പത്തുള്ള ആളാണ്. മനഃശാസ്ത്രജ്ഞയും ഗവേഷകയുമാണ് ഡാരിയ സിഡോവ. ഓപ്പറേറ്ററുടെ ജോലി ചെയ്യുന്ന യെവ്ജെനിയ ഇലൻസ്കായ മാധ്യമ പ്രവർത്തക കൂടിയാണ്. എഞ്ചിനീയറും പൈലറ്റുമായ അലക്സാണ്ടർ സുവോറോവ്, സർജനായ മാക്സിം ഗബറോവ് എന്നിവരാണ് സംഘത്തിലെ മറ്റ് അംഗങ്ങൾ. ദൗത്യത്തിനിടെ സംഭവിക്കുന്ന വെല്ലുവിളികളെ മറികടക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ഉൾപ്പെടുത്തിയതും. 4 ഘട്ടങ്ങളാണ് സിറിയസ് പ്രൊജക്ടിന് ഉള്ളത്. 2017 നടന്ന ആദ്യഘട്ടമായ സിറിയസ് 17 നീണ്ടുനിന്നത് 17 ദിവസമായിരുന്നു. രണ്ടാം ഘട്ടമായ 2019 നടന്ന സിറിയസ് 19 ആകെ 120 ദിവസം നീണ്ടു. 2021 സിറിയസ് 21 ആകെ 240 ദിവസം നീണ്ട പരീക്ഷണമായിരുന്നു. 4ാം ഘട്ടമാണ് ഏറ്റവും ദൈർഘ്യമുള്ളത്. സിറിയസ് 23 എന്ന് പേരിട്ട ഈ ദൗത്യം 360 ദിവസം നീളുന്നതായിരുന്നു. ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്ക് സഹായകരമായ നിർണായകമായ പല വിവരങ്ങളും ഈ റഷ്യൻ പരീക്ഷണം വഴി ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്.